നമസ്കാരം. ടോപ് 10 സ്വാഗതം. ശബരിമലയിൽ അഭൂതപൂർവമായ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവും പരിചയക്കുറവും തിരിച്ചടിയായോ? നിലയ്ക്കലിൽ കൃത്യമായ നിയന്ത്രണം ഉണ്ടായില്ല എന്ന റിപ്പോർട്ടുകളുമുണ്ട്. നിലയ്ക്കലും പമ്പയിലും ദുരിത കാഴ്ചകൾ. സൂചി കുത്താൻ ഇടമില്ലാത്ത അത്ര തിരക്ക്. ഭക്തർ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥ. സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്രസേന സന്നിധാനത്ത് എത്തുന്നതോടെ തിരക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അപ്പോഴും ചോദ്യം ഇതാണ്: മുന്നൊരുക്കങ്ങളും നിയന്ത്രണങ്ങളും പാളിയത് എവിടെ? സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അൽ ഫലാഹ് സർവകലാശാല ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖി അറസ്റ്റിൽ. ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടത് ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ഹമാസ് മോഡൽ സ്ഫോടന പരമ്പര. പ്രധാന പ്രതിയായ അമീർ റാഷിദ് അലിയെ വിവിധയിടങ്ങളിൽ എത്തിച്ച അന്വേഷണ സംഘം തെളിവെടുക്കും. അറസ്റ്റിലായ ജസീർ ബിലാൽ വാനിയെ 10 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹിയിൽ കോടതികൾക്കും സ്കൂളുകൾക്കും വ്യാജ ബോംബ് ഭീഷണി. അസാധാരണമായ ഭക്തജനത്തിരക്കിന് ഇന്ന് സാക്ഷ്യം വഹിച്ച് ശബരിമല. ദർശനം കിട്ടാതെ പലരും മടങ്ങി. നട തുറന്ന ശേഷം ഇതുവരെ എത്തിയത് 2 ലക്ഷം പേർ. ക്യൂ കോംപ്ലക്സിൽ ഇരിപ്പിട സൗകര്യം ഒരുക്കുന്നത് പരിഗണിക്കും. തിരക്ക് നിയന്ത്രണ വിധേയമെന്നും ഇനി മുതൽ സ്പോട്ട് ബുക്കിംഗ് 20,000 പേർക്ക് മാത്രമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ആശങ്ക വേണ്ടെന്ന് പോലീസ് മേധാവി. സർക്കാർ പരാജയമെന്ന് കോൺഗ്രസും BJPയും. തെരഞ്ഞെടുപ്പായതിനാൽ ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ മന്ത്രിക്ക് അനുമതിയില്ല. SIR-നെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച് കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ SIR നീട്ടിവെക്കണമെന്ന് സർക്കാരിനൊപ്പം കോൺഗ്രസും. സമയക്രമം മാറ്റില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 4-ന് ഫോം സ്വീകരിക്കൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. 5 കോടി ഒപ്പ് ശേഖരിച്ച് രാഷ്ട്രപതിക്ക് കൈമാറാനും രാംലീല മൈതാനിയിൽ മഹാസമ്മേളനം നടത്താനും തീരുമാനം. UDF സ്ഥാനാർത്ഥി VM വിരുമിന് 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടില്ലാത്തതിന് തെളിവുകൾ പുറത്ത്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി വിനു ഹൈക്കോടതിയിൽ. വൈഷ്ണ സുരേഷിന്റെ വോട്ടർ പട്ടികയിലെ പേരുവെട്ടലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നാളെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷാ തീയതിയിലും ക്രിസ്മസ് അവധിയിലും മാറ്റം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. കോട്ടയത്തും എറണാകുളത്തും ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിക്ക് ഇറ്റലിയിലെ ഗാവിയിൽ സ്നേഹോഷ്മള വരവേൽപ്പ്. അമ്മയെ കാണാൻ ഒത്തുകൂടിയത് ആയിരങ്ങൾ. കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് കോമയിലായ 9 വയസ്സുകാരിക്ക് 1,15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി. ഇൻഷുറൻസ് കമ്പനി തുക നൽകണമെന്ന് വടകര MACT കോടതി. കേസിൽ നിർണായകമായത് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിന് ജയം. ജയിച്ചത് എതിരില്ലാത്ത 1 ഗോളിന്. വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. ED എന്ന വ്യാജേന കോഴിക്കോട് പയ്യോളിയിൽ പ്രവാസിയിൽ നിന്നും 1,51 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. തുക തട്ടിയത് പോപ്പുലർ ഫ്രണ്ടുമായി പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തി. പയ്യോളി പോലീസ് കേസെടുത്തു. സ്റ്റോറി ഓഫ് ദ ഡേ: വഴിമുട്ടിയ ജീവിതമെന്ന് പരിതപിക്കുന്നവർക്കായി വഴിവെട്ടി മുന്നേറിയ ജീവിത കഥ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അൽ ഫലാഹ് സർവകലാശാല ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖി അറസ്റ്റിലായിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 2002-ലെ കള്ളപ്പണം തടയൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ ഉണ്ടായിരുന്നത് ഈ സർവകലാശാലയിലാണ്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകലാശാലയ്ക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ശക്തമായ അന്വേഷണം ആരംഭിച്ചിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, അൽ ഫലാഹിൽ ED റെയ്ഡ് ഇന്ന് നമ്മൾ കണ്ടതാണ്. അറസ്റ്റിലേക്ക് നടപടികൾ നീങ്ങുന്നു. 2002-ലെ കള്ളപ്പണം തടയൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നടപടി. വിവരങ്ങൾ എന്താണ്?
അശ്വതി, ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് 25 ഇടങ്ങളിൽ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട 25 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയത്, പരിശോധന നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തിരുന്നു. അതിൽ തന്നെ വ്യക്തമായിരുന്നു, അതായത് ഈ സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു. ഒരേ മൊബൈൽ നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും ഒക്കെ തന്നെയാണ് വിവിധ സ്ഥാപനങ്ങൾക്ക്, വിവിധ ഓഫീസുകൾക്കൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ജീവനക്കാരെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളില്ല, അവർക്ക് ശമ്പളം കൊടുക്കുന്നതായി കാണിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അത് ഏത് തരത്തിലാണെന്ന് വ്യക്തമാകുന്ന HR രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടില്ല. മാത്രമല്ല, ചില രേഖകൾ വ്യാജമാണെന്ന തരത്തിലുള്ള ക്രമക്കേടുകളൊക്കെ തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിലെ കണ്ടെത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ED നേരിട്ടെടുത്തൊരു കേസല്ല, ഡൽഹിയിലെ സ്പെഷ്യൽ സെല്ല്, അത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന സ്പെഷ്യൽ സെല്ല് 2 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട ഈ അൽഫലാ സർവകലാശാലയുമായി ബന്ധപ്പെട്ട എടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, NAC അക്രഡിറ്റേഷൻ, അതുപോലെ തന്നെ UGCയുടെ അക്രഡിറ്റേഷൻ. ഇതിൽ തന്നെ 12B എന്ന് പറയുന്ന UGCയുടെ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് ഈ സർവകലാശാലയ്ക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ അത്തരത്തിൽ ഈ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന്, അതായത് ചില ഫീസ് ഇളവുകളൊക്കെ തന്നെ ലഭിക്കും, അതുമായി ബന്ധപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് പ്രധാനമായും ഡൽഹി പോലീസ് കണ്ടെത്തിയത്. NAC അക്രഡിറ്റേഷന്റെ കാര്യത്തിലും സമാനമായ നിലപാട് തന്നെയാണ്. ഇങ്ങനെ 2 കേസുകൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് രജിസ്റ്റർ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് EDയിലേക്ക് കേസ് എത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെറുതെ ഒരു സർവകലാശാലയ്ക്കെതിരെ ED അന്വേഷണം ആരംഭിക്കുകയല്ല ചെയ്തത്. ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡോക്ടർമാരെല്ലാവരും പഠിക്കുകയും ജോലി ചെയ്തുമൊക്കെ തന്നെ ഈ സർവകലാശാലയിലാണ്. സ്വാഭാവികമായും ഈ സർവകലാശാലയ്ക്ക് അകത്ത് നിന്ന് ഇതിന്റെ അകത്ത് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ഉമർ നബി ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയിരുന്ന 2 കാറുകൾ, അതിലൊരു കാറാണ് സ്ഫോടനത്തിൽ തകർന്നത്, സ്ഫോടനത്തിൽ ഉപയോഗിച്ചത്. അത് ഉമർ നബി ചാവേറായി ഉപയോഗിച്ച I-20 വാഹനമാണ്. മറ്റൊരു കാർ ബ്രസ എന്ന് പറയുന്ന വാഹനമാണ്. ആ വാഹനം സൂക്ഷിച്ചിരുന്നത് ഈ സർവകലാശാലയിലാണ്. സർവകലാശാല ക്യാമ്പസിനകത്ത് അത് സൂക്ഷിച്ചിരുന്നു. മാത്രമല്ല, ഈ I-20 വാഹനം 11 ദിവസത്തോളം ഈ സർവകലാശാലയിൽ തന്നെയാണ് സൂക്ഷിച്ചത്. സ്വാഭാവികമായും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതായത് ഈ സർവകലാശാലയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയിട്ടുണ്ടാകണം. ഒന്ന് അതാണ്. മറ്റൊന്ന്, ഈ സർവകലാശാലയിലേക്ക് എത്തുന്ന ഫണ്ടുകൾ അതെല്ലാം തന്നെ രാജ്യത്തിനെതിരായി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പ്രാഥമികമായി വിലയിരുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയും ഇപ്പോൾ ഇത്തരത്തിൽ ഈ അറസ്റ്റിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ, അഹമ്മദ് സിദ്ദീഖിയുടെ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ വരികയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ അന്വേഷണം ഇവിടെ അവസാനിക്കില്ല, കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നേരത്തെ NACന്റെ അക്രഡിറ്റേഷനും അതുപോലെ തന്നെ UGCയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നടപടികൾ സർവകലാശാലക്കെതിരെയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതേ ചെയർമാനെതിരെ നേരത്തെ തന്നെ വ്യാജരേഖയുമായി ബന്ധപ്പെട്ട് കേസ് നിലനിന്നിരുന്നു. അതിന്റെ അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ്, അത് ഇപ്പോഴും നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരമൊരു നടപടി കൂടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അശ്വതി, ശരി പ്രശാന്ത്, അത് തന്നെയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അൽഫലാഗ് സർവകലാശാല ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖി അറസ്റ്റിലായിരിക്കുന്നു. EDയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 2002 കള്ളപ്പണം തടയൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വരും ദിവസങ്ങളിലും ഈ നടപടികളൊക്കെ പുരോഗമിക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് നൽകിയത്. അതേസമയം ഡൽഹിയിൽ കോടതികൾക്കും സ്കൂളുകൾക്കും ബോംബ് ഭീഷണി. പട്ടിയാല ഹൗസ് കോടതി ഉൾപ്പെടെ 3 കോടതികൾക്കും CRPF സ്കൂൾ ഉൾപ്പെടെ 2 സ്കൂളുകൾക്കും നേരെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ജെയ്ഷെ മുഹമ്മദിന്റെ പേരിൽ ഇമെയിൽ സന്ദേശമായാണ് ഭീഷണി എത്തിയത്. ബോംബ് സ്ക്വാഡും പ്രത്യേക സംഘവും അന്വേഷണം നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടത് ഹമാസ് മോഡൽ ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ. ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള സ്ഫോടന പരമ്പരയായിരുന്നു ലക്ഷ്യം. അതേസമയം കേസിലെ പ്രധാന പ്രതിയായ അമീർ റാഷിദ് അലിയെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. കൂടുതൽ ആളുകളുടെ പങ്കറിയാൻ അമീറിനെ വിശദമായി ചോദ്യം ചെയ്യും. തുർക്കിക്ക് പുറമെ വിവിധ രാജ്യങ്ങളിൽ ഭീകരവാദികളായ ഡോക്ടർമാർ എത്തിയിരുന്നു എന്നാണ് വിലയിരുത്തൽ. അതിനിടെ അറസ്റ്റിലായ ജസീർ ബിലാൽ വാനിയെ 10 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ചാവേറായി മാറിയ ഡോക്ടർ ഉമർ നബിക്ക് ആവശ്യമായ മുഴുവൻ സഹായവും ചെയ്തു കൊടുത്തത് അനന്തനാഗ് സ്വദേശിയായ അമീർ റാഷിദ് അലിയാണ്. നിർദ്ദേശങ്ങൾ നൽകിയതും സ്ഫോടനത്തിൽ ഉപയോഗിച്ച I-20 കാർ വാങ്ങിയതും റാഷിദ് അലിയാണ്. മാത്രമല്ല, ഏതു തരത്തിലായിരിക്കണം സ്ഫോടനമെന്നും നിർദ്ദേശം നൽകി.
ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ റാഷിദ് അലിക്ക് നിർണായക പങ്കുണ്ട്. റാഷിദ് അലിയുടെ നേതൃത്വത്തിൽ ഹമാസ് രീതിയിലുള്ള ആക്രമണമാണ് രാജ്യതലസ്ഥാനത്ത് ഭീകരവാദികൾ ലക്ഷ്യമിട്ടത്. ചെറു ഡ്രോണുകളിൽ ക്യാമറയും സ്ഫോടക വസ്തുക്കളും ഘടിപ്പിച്ച് തന്ത്രപ്രധാന മേഖലകളിൽ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി. ചെറിയ റോക്കറ്റുകളും ഇതിനായി നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടന്നു. എന്നാൽ ഫരീദാബാദിൽ നിന്ന് ഡോക്ടർമാർ അറസ്റ്റിലായതോടെയാണ് പദ്ധതി പൂർണ്ണതോതിൽ നടപ്പാക്കാതെ വന്നത്. സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത് ജമ്മുകശ്മീർ തീവ്രവാദ വിരുദ്ധ സേന നടത്തിയ നിർണായക നീക്കമാണ് വലിയ അപകടത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചത്. ഒരേ സമയം പലയിടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ചാവേർ സംഘത്തിന്റെ പദ്ധതി. ജമ്മുകശ്മീരിലും മറ്റു സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് റാഷിദ് അലിയെ വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഡൽഹിക്ക് പുറമെ കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നോ എന്ന വിവരവും തേടുന്നുണ്ട്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുകൂടി ഭീകരർ പിടിയിലായതാണ് ഇത്തരമൊരു നീക്കം ദേശീയ അന്വേഷണ ഏജൻസിയും ബന്ധപ്പെട്ട വിഭാഗങ്ങളും സംശയിക്കുന്നത്. റാഷിദ് അലിയെ ഷഹീൻ സെയ്ദ്, ആദിൽ അഹമ്മദ് എന്നിവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. പ്രതികളായ ഡോക്ടർമാർ തുർക്കി സന്ദർശിച്ചു എന്നുള്ളത് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പുറമെ കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അക്കാര്യങ്ങൾ സംബന്ധിച്ചും കൂടുതൽ പരിശോധന അന്വേഷണ ഏജൻസികൾ നടത്തും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അൽ-ഫലാഹ് നടത്തിപ്പിൽ നിരവധി സംശയങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുള്ളത്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഓഫീസുകളും ട്രസ്റ്റികളുടെ വീടുകളിലും ED ഇന്ന് പരിശോധന നടത്തി. ഒരേ മേൽവിലാസത്തിൽ 9 ഷെൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തതായാണ് സർവകലാശാലയുടെ പ്രവർത്തനമെന്ന് ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡയറക്ടർമാരുടെ ഒപ്പുകളിലും KYC രേഖകളിലും ക്രമക്കേടെന്ന് സൂചനയുണ്ട്. അതിനിടെ ഡൽഹിയിൽ കൊല്ലപ്പെട്ട ചാവേർ ഉമർ നബിയുടെ വീഡിയോ പുറത്തുവന്നു. ചാവേറായി മരിക്കുന്നത് രക്തസാക്ഷിത്വത്തിന് തുല്യമെന്ന് പറയുന്ന വീഡിയോ ആണ് പുറത്ത് വന്നത്. അൽ-ഫലാഹ് സർവകലാശാലയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർവകലാശാലയുടെ പ്രധാന കേന്ദ്രത്തിലും മറ്റ് സ്ഥാപനങ്ങളിലും ട്രസ്റ്റികളുടെ വീടുകളിലും പരിശോധന നടത്തിയത്. പുലർച്ചെ 5 മണി മുതൽ 25 ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. ഗുരുതരമായ ക്രമക്കേടുകൾ സർവകലാശാലയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. സർവകലാശാലയുടെ സാമ്പത്തിക സ്രോതസ് 9 ഷെൽ കമ്പനികളാണ്. ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒറ്റ മേൽവിലാസത്തിലാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. സർവകലാശാല ഓഫീസുകളുടെ വിലാസത്തിൽ പറയുന്ന സ്ഥലങ്ങളിൽ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ആളുകളുടെ സാന്നിധ്യമോ ഇല്ലെന്നാണ് ED നൽകുന്ന സൂചന. ഒരേ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സുമാണ് പല കമ്പനികൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നുണ്ടെങ്കിലും HR രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഭൂരിഭാഗം സ്ഥാപനങ്ങളും PF ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമല്ല. അതിനിടെ ചെങ്കോട്ടയിൽ ചാവേറായി മാറിയ ഡോക്ടർ ഒമർ നബിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്ഫോടനത്തിന് മുമ്പ് ചിത്രീകരിച്ച വീഡിയോയിൽ ചാവേർ ആക്രമണത്തെക്കുറിച്ച് ലോകത്തുള്ളത് തെറ്റായ ചിന്താഗതിയാണെന്ന് ഒമർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാവേറായി മരിക്കുന്നത് രക്തസാക്ഷിത്വത്തിന് തുല്യമെന്ന് ആക്രമണത്തിനു മുമ്പ് ഉമർ ന്യായീകരിക്കുന്നു. കൃത്യമായ ആസൂത്രണത്തിനപ്പുറത്തേക്ക് മാനസികമായി ഡോക്ടർമാർ അടങ്ങുന്ന സംഘത്തെ ക്രൂരകൃത്യത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ നീക്കം ഭീകര സംഘടനകൾ നടത്തിയെന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ടെലഗ്രാം ഗ്രൂപ്പുകളിലാണ് ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. വൈറ്റ് കോളർ ഭീകരവാദ സംഘത്തിലെ പ്രധാന കണ്ണിയായ ഡോക്ടർ ഉമർ കൂടുതൽ പേരെ ഈ ആശയത്തിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. സ്വാമിയേ ശരണമയ്യപ്പോ. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഇന്ന് നിയന്ത്രണാതീതമായിരുന്നു. 17 മണിക്കൂർ വരെ ക്യൂ നിന്നാണ് അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയത്. തിരക്ക് വർദ്ധിച്ചതോടെ ഉച്ചയ്ക്ക് 2 മണി വരെ ഇന്ന് ദർശനം നീണ്ടു. കുടിവെള്ളം പോലും കിട്ടാതായതോടെ ചില ഭക്തർ കുഴഞ്ഞു വീണു. നടപ്പന്തലിൽ ഭക്തർ നിറഞ്ഞതോടെ ദർശനം കഴിഞ്ഞവർക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥയും ഇന്നുണ്ടായി. ചിലർ ദർശനം നടത്താതെയും മടങ്ങേണ്ടി വന്നു. അതേസമയം തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി ഭക്തരുടെ പരാതിയും ഉയരുന്നുണ്ട്. 1 ലക്ഷത്തിലധികം ഭക്തരാണ് ഇന്നലെ മാത്രം ശബരിമലയിൽ ദർശനം നടത്തിയത്. അനുവദനീയമായതിലധികം അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തിയതാണ് ശബരിമലയിൽ വൻ തിരക്കിന് കാരണമായത്. സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ 90,000 പേർക്കാണ് ദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളതെങ്കിലും 1 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയതോടെയാണ് നിയന്ത്രണങ്ങൾ പാളിയത്. 17 മണിക്കൂറോളം ക്യൂ നിന്നാണ് അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയത്. അവരെന്തിനാണ് ഈ ക്യൂ കൊടുക്കാനുള്ള കാർഡ് തരുന്നത്? ആകെ 90,000 പേരെ കേട്ടുള്ള കാർഡ് തന്നെ. ഞങ്ങൾ എത്ര വഴിയാകലെന്ന് വരുന്നവരാ വണ്ടിയും വിളിച്ചിട്ട്
അപ്പോൾ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവർക്ക് കാർഡ് ഇതേക്കാം, ഹോസ്പിറ്റലിലെ കാർഡ് ഡോക്ടർ എഴുതി തന്നു, അവർക്ക് കൊണ്ട് കണ്ടു കാണിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ല. 5 hours வெயிட்டிங் சார். நாங்கள் வந்து எந்த ரெஸ்பான்ஸ் இல்லை. போலீஸ் சார் கேட்டால் எந்த ரெஸ்பான்ஸ் பண்ண மாட்டேங்கிறாங்க. ஒரு தண்ணி இல்லை குடிக்க, ஒரு சாப்பாடு இல்லை, எதுவுமே இல்லை சார். எதுவுமே கொடுக்க மாட்டேங்கிறாங்க சார். எப்படி சார் വയസ്സാണെങ്കിൽ எப்படி സാർ? ഗവൺമെന്റ് ரொம்ப ഒസ്റ്റ് സാർ. കുട്ടികളും പ്രായമായവരും അടക്കമുള്ള അയ്യപ്പ ഭക്തരാണ് വൻ തിരക്കിൽ വലഞ്ഞത്. ഇന്നലെ രാത്രി 11 മണിക്ക് കയറിയതാ കുട്ടീനായിട്ട്. എന്നിട്ട് രണ്ട് പിള്ളേരും വയസ്സായ അമ്മയുള്ളത് ഞങ്ങൾക്ക് കയറാനായിട്ട്. എന്നിട്ട് 18 പടി കയറാൻ പറ്റിയിട്ടില്ല. കുട്ടി 2-3 വട്ടം വരിയിൽ നിന്നിട്ട് തിക്കൊണ്ട് ഛർദ്ദിച്ചിട്ട് ഹോസ്പിറ്റലിൽ വരെ പോയി. അതിൻ്റെ ലീസ്റ്റാണ് ഈ കാണുന്നത്. എന്നിട്ട് ഞങ്ങൾ പറയുമ്പോൾ തിരക്കാണ്, ഇപ്പം കയറാൻ പറ്റില്ല. ബാരിക്കേഡ് കടന്ന അയ്യപ്പ ഭക്തർ ഓവർ ബ്രിഡ്ജ് വഴി സന്നിധാനത്തേക്ക് എത്തിയതോടെ മുഴുവൻ നിയന്ത്രണവും പാളി. തുടർന്ന് 2 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 3 മണിയോടെ നട തുറന്നതോടെ സന്നിധാനത്ത് നിരക്ക് നിയന്ത്രണ വിധേയമായി. വെർച്വൽ ക്യൂ കൂടാതെയുള്ള സ്പോട്ട് ബുക്കിംഗ് 20,000 ഇനി മുതൽ പരിമിതപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗിന് അധികമായി 7 കൗണ്ടറുകൾ കൂടി ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സ്പോട്ട് ബുക്കിംഗ് 20,000 ഉള്ളൂ. ഇനി സ്പോട്ട് ബുക്കിംഗ് ഇല്ല. നാളെ തൊട്ട് 20,000 ഉള്ളൂ. 20,000 കടന്നുപോയാൽ അടുത്ത ദിവസമേ വരാൻ സാധിക്കും. അതുകൊണ്ടാണ് നിലയ്ക്കലിലേക്ക് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് സബ്സ്റ്റാൻഷ്യലായിട്ട് മാറ്റുകയാണ്. സോ ദാറ്റ് അവർക്ക് അവിടെ നിൽക്കാം, പിറ്റേന്ന് വന്നാൽ മതി. 7 കൗണ്ടർ ഇന്ന് രാത്രി തൊട്ട് വരും. അതിൻ്റെ ബോർഡ് വയ്ക്ക് 20,000 സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുകയാണെന്നുള്ളത്. അതിനേക്കാൾ കുറച്ച പിന്നെ ആളേക്ക് നമ്മൾ നേരത്തെ 20 പറഞ്ഞു, അതിൽ നിർത്തും. അതാണ് സ്ഥിതി. വെർച്വൽ ക്യൂ ഉപയോഗപ്പെടുത്തി തനതുപാത വഴി ദർശനം നടത്തി മടങ്ങാൻ അയ്യപ്പ ഭക്തരും തയ്യാറാകണമെന്ന ADGP S ശ്രീജിത്തും വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ തിരക്കു നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളും ശബരിമലയിൽ സ്വീകരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, സന്നിധാനം. എവിടെയാണ് പാളിച്ച എന്നതാണ് ഉയരുന്ന ചോദ്യം. മണ്ഡലകാലത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ പാകപ്പിഴകൾ. രാത്രിയിലും പലവട്ടം തിരക്ക് നിയന്ത്രണം വിട്ടു. ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല എന്നത് വലിയ വീഴ്ച തന്നെയാണ്. അതേസമയം ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഇനി മുതൽ സ്പോട്ട് ബുക്കിംഗ് 20,000 പേർക്ക് മാത്രമേ അനുവദിക്കൂ. കൂടുതൽ പേർ എത്തിയാൽ അടുത്ത ദിവസം ദർശനം നടത്താൻ കാത്തു നിൽക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ശബരിമലയിലെ പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും പ്രതികരിച്ചു. ശബരിമലയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പറഞ്ഞു. സർക്കാർ തീർത്ഥാടകരെ ചതിക്കുകയാണെന്നും ഭക്തന്മാർ വരാതിരിക്കാനുള്ള കാര്യമാണ് പിണറായി വിജയൻ ചെയ്യുന്നതെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണനും ആരോപിച്ചു. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്, അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്വമായിരുന്നു. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് മതിയായ സൗകര്യം ഒരുക്കി കൊടുക്കും. ഇന്നത്തെ കാഴ്ച എന്താണ്? എന്ത് ദയനീയമായ കാഴ്ചയാണ് ഇത്. പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെന്റ് നിരുത്തരവാദിത്വമായ സമീപനം കൊണ്ടുണ്ടായതാണ്. അയ്യപ്പ ഭക്തന്മാരോട്, ശബരിമല തീർത്ഥാടകരോട് കടുത്ത ക്രൂരതയും അവഗണനയുമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. 6-7 മണിക്കൂർ ഇപ്പോൾ തന്നെ ക്യൂവിലാണ് അയ്യപ്പ ഭക്തന്മാർ. ഒരിടത്തും കുടിക്കാൻ ശുദ്ധജലമില്ല. കൊച്ചുകുട്ടികളും പ്രായമായവരുമെല്ലാം കുടിവെള്ളം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയെ നശിപ്പിക്കുകയാണ് ഇടതുപക്ഷം. ശബരിമലയെ ഭക്തന്മാർ വരാതിരിക്കാനുള്ള കാര്യമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. ഭക്തന്മാരെ വഞ്ചിക്കുകയാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. ശബരിമലയിലെ തിരക്ക് നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ഇന്നലെ മുതലാണ് തിരക്ക് വർദ്ധിച്ചത്. സ്ഥിതിഗതികൾ വിലയിരുത്തി വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തിയതായും DGP അറിയിച്ചു. കാനനപാത ഭക്തർ ഒഴിവാക്കണം. നിലവിൽ ആവശ്യത്തിനുള്ള പോലീസ് ശബരിമലയിൽ ഡ്യൂട്ടിയിലുണ്ട്. കേന്ദ്രസേന ഉടനെത്തും. വെർച്വൽ ക്യൂവിനൊപ്പം സ്പോട്ട് ബുക്കിംഗിലൂടെ കൂടുതലായി ഭക്തർ എത്തിയതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണമെന്നും DGP ചൂണ്ടിക്കാട്ടി. ആദ്യ ദിവസം 14-ാം തീയതി വൈകുന്നേരം തന്നെ 60,000 പേരും അവിടെ ഭക്തന്മാർ വന്നിരുന്നു. ഇന്നലെ 17-ാം തീയതി വൻ തിരക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. more than 1 lakh പീപ്പിളാണ് അവിടുത്തെ വന്നതാണ്. അത്തരം പേർക്ക് നമുക്ക് അവർക്ക് എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കിയിട്ട് അവർക്ക് ശബരിമലയിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടെന്നും ഹൈക്കോടതി ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുന്നൊരുക്കങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം തടസ്സമായെന്ന സർക്കാർ വാദം അപഹാസ്യമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഭയാനക സാഹചര്യത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി.
SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു. ചീഫ് സെക്രട്ടറിയാണ് സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നടപടികൾ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഈ നീക്കം. ഇതേ ആവശ്യം ഉന്നയിച്ച് മുസ്ലിം ലീഗ് നിലവിൽ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ സുപ്രീം കോടതിയാണ് പരിഗണിക്കുന്നതെന്നും കോടതിയെ സമീപിക്കാനും നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിലെത്തിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി A. ജയതിലകാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ SIR നടപടികൾ നീട്ടിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ മുന്നോട്ടു പോകുന്നതിനാൽ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പ്രതിനിധികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തിൽ SIR ഉണ്ടാക്കുന്നതെന്നാണ് സർക്കാർ നിലപാട്. BLOമാരുടെ ജോലിഭാരം സംബന്ധിച്ച് ഉയർന്ന വിമർശനങ്ങളും സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. SIRനെതിരെ കോൺഗ്രസും സുപ്രീം കോടതിയെ സമീപിച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് കേരളത്തിൽ SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ SIR നടത്തരുതെന്നാണ് ആവശ്യം. വിവിധ സംസ്ഥാനങ്ങളിലെ SIRുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കാവുന്നതാണെന്നും ഒന്നിച്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി ബീഹാറിന്റെ വിഷയത്തിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. SIRുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ നിലവിൽ കോടതിക്ക് മുന്നിലുണ്ട്. സമാന ആവശ്യവുമായി മുസ്ലിം ലീഗ് ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. BLO അനീഷിന്റെ മരണം ഉൾപ്പെടെയുള്ളവ ലീഗ് കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഡിസംബർ 4 വരെയാണ് കേരളത്തിൽ SIRന്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയപരിധിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് SIR നടപടികൾ മുന്നോട്ടു പോകുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. BLO ഓഫീസർ അനീഷ് ജോർജിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കമെന്നാണ് പ്രധാനമായും ഹർജിയിൽ പറയുന്നത്. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയായി നിശ്ചയിച്ചിട്ടുള്ള SIRന്റെ സമയക്രമവും ദൈർഘ്യവും മറ്റ് ലക്ഷ്യങ്ങളോടെയാണെന്ന് മുസ്ലിം ലീഗ് നൽകിയ ഹർജിയിലും പറയുന്നുണ്ട്. അതേസമയം BLOമാർക്ക് പുതിയ ടാർജറ്റുമായി മലപ്പുറം ജില്ലാ കളക്ടർ നവംബർ 20-നകം എനിമറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. 26 മുൻപായി ഫോം സ്വീകരിച്ച് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണം. ഫോം വിതരണം ചെയ്ത് പൂരിപ്പിച്ചു വാങ്ങി എൻട്രി ചെയ്യുന്നതിന് ഡിസംബർ 4 വരെ സമയമുണ്ട്. ഇതിനിടയിലാണ് പുതുക്കിയ നിർദ്ദേശം. എന്നാൽ BLOമാരെ സഹായിക്കാനാണ് ഉത്തരവിറക്കിയതെന്നും ജില്ലാ കളക്ടർ VR വിനോദ് IAS പറഞ്ഞു. ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. വ്യക്തിപരമായി മറ്റൊരു ഉത്തരവ് ഇന്നിറക്കുമെന്നും BLOമാരെ സഹായിക്കാനായി വില്ലേജ് തലത്തിൽ പ്രത്യേക ക്യാമ്പുകൾ തയ്യാറാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവും പ്രചാരണവും ശക്തമാക്കാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട്. 5 കോടി ഒപ്പ് ശേഖരിച്ച് രാഷ്ട്രപതിക്ക് കൈമാറും. രാംലീല മൈതാനിയിൽ മഹാസമ്മേളനം നടത്താനും ഡൽഹിയിൽ തീരുമാനമായി. ഇലക്ഷൻ കമ്മീഷൻ ആരുടെയും ചട്ടുകമായി മാറരുതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തന്നെ വൈകിയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. വോട്ടർ പട്ടികയിൽ പലരുടെയും പേരുകൾ വിട്ടുപോയി എന്ന പരാതി ഉയരുന്നുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ ഗൗരവത്തോടെ പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി. വോട്ടർ പട്ടികയിൽ വ്യാപക പരാതിയാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും VM വിനുവിന് കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടില്ലാത്തതിന്റെ തെളിവുകൾ പുറത്ത്. അതേസമയം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചെയ്തെന്ന് UDF സ്ഥാനാർത്ഥി VM വിനു വീണ്ടും ആവർത്തിച്ചു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വിനു ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം തുലാസിലായതോടെ UDF സമാന്തര നീക്കം ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് സൗത്തിലെ UDF സ്ഥാനാർത്ഥി കമ്മനക്കണ്ടി ബിന്ദുവിനും വോട്ടില്ല. UDF സ്ഥാനാർത്ഥി VM വിനു 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തില്ലെന്ന തെളിവുകൾ പുറത്തുവന്നതോടെ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലായി. മലാപ്പറമ്പ് ഡിവിഷൻ പരിധിയിൽ കഴിഞ്ഞ തവണയും വോട്ടർ പട്ടികയിൽ വിനുവിന്റെ പേരില്ലായിരുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചെയ്തിരുന്നെന്ന് വിനു ആവർത്തിച്ചു. ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിലെ ബൂത്ത് നമ്പർ എത്ര 4 മകനോ ഒന്ന് വോട്ടുണ്ടായിരുന്നു. മകനുണ്ടായിരുന്നു. VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിൽ ഗൂഢാലോചനയുണ്ടെന്ന് DCC പ്രസിഡന്റ് ആരോപിച്ചു. ഇതിപ്പോ ബിന്ദുവിന്റെ വിനോട്ടും ഞങ്ങൾ സ്ഥാനാർത്ഥിയുണ്ടല്ലേ, ഇവിടെ ലംഘിക്കപ്പെട്ടത് മൗലിക അവകാശമാണ്. ബീഹാറിലും ഹരിയാനയിലും BJP നടത്തിയ വോട്ട് ചോരക്കുള്ള ചോർ
CPM നേതൃത്വത്തിൽ കോഴിക്കോട് നഗരസഭയിലും ജില്ലയിൽ നടന്നിരിക്കുന്നു. മെഡിക്കൽ കോളേജ് സൗത്തിലെ UDF സ്ഥാനാർത്ഥി കമ്മനക്കണ്ടി ബിന്ദുവിന്റെ പേരും അന്തിമ വോട്ടർ പട്ടികയിലില്ല. VM വിനുവിന് വോട്ട് ഉറപ്പാക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് ആണെന്ന് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ഈ വോട്ടില്ല എന്ന് പറയാൻ നാട്ടിലുള്ളവരുടെ എല്ലാവർക്കും വോട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ബാധ്യത CPMൻ്റെതല്ല. തൻ്റെ വോട്ടർ പട്ടിക പരിശോധിച്ച് എനിക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കൽ സാധാരണ ഒരു സാമാന്യ ഒരു പൊതുപ്രവർത്തകൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് സംബന്ധിച്ച് വിനുവും ബിന്ദുവും തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. VM വിനു ജില്ലാ വരണാധികാരിക്ക് ഇന്നലെ പരാതി നൽകിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വെട്ടിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിയറിംഗ് പൂർത്തിയായി. ഇലക്ഷൻ കമ്മീഷൻ നീതി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷയെന്നും പ്രചാരണവുമായി മുന്നോട്ടു പോകുമെന്നും ഹിയറിംഗിന് ശേഷം വൈഷ്ണ പ്രതികരിച്ചു. അതേസമയം പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരൻ ദിനേഷ് കുമാർ വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് വൈഷ്ണയും കുടുംബാംഗങ്ങളും വോട്ട് ചേർത്തു എന്ന പരാതിയിൽ വോട്ട് വെട്ടിയതിന് പിന്നാലെ വൈഷ്ണ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് നടത്തിയത്. അഭിഭാഷകനോടൊപ്പം എത്തിയ വൈഷ്ണയുടെയും പരാതിക്കാരനായ ധനേഷ് കുമാറിന്റെയും വാദങ്ങൾ 2.5 മണിക്കൂറോളം സമയമെടുത്താണ് ഇലക്ഷൻ കമ്മീഷൻ കേട്ടത്. ഇലക്ഷൻ കമ്മീഷൻ നീതി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷയെന്നും പ്രചാരണവുമായി മുന്നോട്ടു പോകുമെന്നും ഹിയറിംഗിന് ശേഷം വൈഷ്ണ പ്രതികരിച്ചു. നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, നിയമത്തിൽ വിശ്വാസമുണ്ട്, നീതിന്യായം നടപ്പിലാക്കുന്നു തന്നെയാണ് ശുഭപ്രതീക്ഷ. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം വെച്ച് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. നമുക്ക് ഇത്രയും ദിവസം തിരുവനന്തപുരം നഗരസഭയോ അതേപറ്റിയുള്ള ഓഫീസർമാരൊന്നും തന്നെ നമ്മുടെ ഭാഗം കേൾക്കാനായി തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ വളരെ ക്ലിയറായി നമ്മുടെ ഭാഗം കേട്ടു. നമുക്ക് പറയാനുള്ള എല്ലാം തന്നെ അദ്ദേഹം കേട്ടു. അപ്പോൾ വളരെയധികം വിശ്വാസമുണ്ട്. നമുക്ക് അനുയോജ്യമായൊരു തീരുമാനം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രചരണം തുടരും, കാരണം പാർട്ടി തീരുമാനം അങ്ങനെയാണ്. അതേസമയം പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരൻ ധനേഷ് കുമാർ പറഞ്ഞു. ഞാൻ കൊടുത്ത പരാതിയിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഈ പ്രദേശത്ത് താമസമില്ലാത്ത ആള് പഴയ TC നമ്പറിൻ്റെ പേര് പറഞ്ഞാണ് എല്ലാ റെക്കോർഡുകളും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പാസ്പോർട്ട് പോലും ഉണ്ടാക്കി വെച്ചേക്കുന്നത് പഴയ TC നമ്പർ വെച്ചാണ്. അപ്പോൾ കള്ളവോട്ട് ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. ഇവിടെ താമസമില്ലാത്ത ആള് വോട്ട് ചേർക്കാൻ വേണ്ടി ഇവിടെ കള്ളവോട്ട് ചേർത്തതിനെതിരായിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. 24 വയസ്സുള്ള കുട്ടി മത്സരത്തിനിറങ്ങുമ്പോൾ ഇത്തരത്തിൽ തർക്കമുന്നയിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞ കോടതി ഹർജിയെ എതിർത്ത കോർപ്പറേഷൻ നിലപാടിനെയും നേരത്തെ വിമർശിച്ചിരുന്നു. ഹിയറിംഗ് പൂർത്തിയായതിനാൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം ഒഴിവാകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയിൽ കാരാട്ട് ഫൈസൽ ഇടത് സ്ഥാനാർത്ഥി. കൊടുവള്ളി നഗരസഭയിലെ 24-ാം വാർഡിലാണ് കാരാട്ട് ഫൈസൽ മത്സരിക്കുന്നത്. ഇടത് സ്വതന്ത്രനായാണ് ഇക്കുറി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ കൊടുവള്ളിയിലെ ചുണ്ടപ്പുറം വാർഡിൽ നിന്നുമാണ് കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത്. ഫൈസലിന്റെ വാർഡിൽ LDF സ്ഥാനാർത്ഥിക്ക് ഒറ്റ വോട്ടും കിട്ടാതിരുന്നത് വിവാദമായിരുന്നു. 2020-ൽ ആദ്യം LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പിൻവലിപ്പിച്ചിരുന്നു. ഫലം വന്നപ്പോൾ ഒരു വോട്ട് പോലും LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കാതെ പോയത് CPMന് വലിയ നാണക്കേടുണ്ടാക്കി. ചുണ്ടപ്പുറം ബ്രാഞ്ച് CPM പിരിച്ചുവിട്ടിരുന്നു. ചലച്ചിത്ര താരം ഊർമിള ഉണ്ണി BJPയിൽ ചേർന്നു. BJP കൾച്ചറൽ സെൽ നേതൃയോഗ വേദിയിൽ വെച്ച് NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഊർമിള ഉണ്ണിയെ ഷാളണിയിച്ച് സ്വീകരിച്ചു. തന്റെ മനസ്സെപ്പോഴും BJPക്കൊപ്പമാണെന്ന് ഊർമിള ഉണ്ണി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളാണ് ഏറെ ആകർഷിച്ചതെന്നും ഊർമിള ഉണ്ണി പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷാ തീയതിയിലും ക്രിസ്മസ് അവധിയിലും മാറ്റം വരുത്തി. പരീക്ഷാ തീയതി പുനഃക്രമീകരിച്ച് പുതിയ കലണ്ടർ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. ഡിസംബർ 15 മുതൽ 23 വരെ പരീക്ഷ ഒറ്റഘട്ടമായി നടത്തും. 8, 9, 10 ക്ലാസുകളിൽ രാവിലെയുള്ള പരീക്ഷ 10 മുതൽ 12:45 വരെയും ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ 1:30 മുതൽ 3:15 വരെയുമാണ് നടക്കുക. 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് രാവിലെ 10 മുതൽ 12:15 വരെയും ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ 3:45 വരെയുമാണ് പരീക്ഷയുടെ സമയക്രമം. ഡിസംബർ 24 മുതലാണ് ക്രിസ്മസ് അവധി തുടങ്ങുക.